നമ്മൾ നേരത്തെ പറഞ്ഞ ഇതും ഞാനിങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് ഡിസയർ എന്നുള്ളതിനെ വില്ലിഫൈ ചെയ്യുന്നത് ഒരു അബദ്ധമാണെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അതിന് കൂടുതൽ വേണമെന്നുള്ള ഡിസയർ, അത് മെറ്റീരിയൽ ആയാലും അല്ലാതെ ആയാലും, അവിടെയാണ് നമ്മൾ വേറൊരാൾക്കത് ഷെയർ ചെയ്യാനുള്ള, ഈവൻ നമ്മൾ സംസാരമാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു നിർത്തിയാലേ വേറൊരാൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതൊന്നും മാറിയിട്ടുണ്ട്. ആ ഒരു ഡോക്ടർ, ഈ ഡിസയർ ഇസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ എന്നുള്ള ഡോക്ടറിനെ പ്രൊഫസർ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഇപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റിൽ? അതിനൊരു വാലിഡിറ്റി ഉണ്ടോ? അത് ഇപ്പോഴും ഇപ്പോൾ ക്രിസ്ത്യൻ ഡോക്ടറിനാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യത്തില്ല. ഇന്ന് കേരളത്തിലൊക്കെ കാണുന്ന പത്രത്തിൽ കാണുന്ന ആത്മഹത്യ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ എല്ലാം നല്ല വീടും കാണും ഒക്കെയുള്ള ആളുകളാണ്. അപ്പം പണ്ടത്തെ കാലത്ത് ആത്മഹത്യ ഉള്ളത് എന്തെങ്കിലും നാണക്കേട് നാട്ടിലുണ്ടാകുന്നതോ അല്ലെങ്കിൽ പോവർട്ടിയോ നാണക്കേടോ അത്തരം കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ ആത്മഹത്യ. അപ്പൊ ഈ ലിവിങ് ബിയോണ്ട് മീൻസ് എന്നുള്ളത് ഈ ഡിസയറിന്റെ കൊണ്ട് ആളുകൾ പീപ്പിൾ ആർ ലിവിങ് ബിയോണ്ട് ദിയർ മീൻസ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളെ ക്രൈസിസിൽ അല്ല സമൂഹത്തെ മൊത്തത്തിൽ ഇപ്പൊ ക്രൈസിസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ റേറ്റ് കൂടുന്നത്. അത് കേരളത്തിലാണ് കൂടുതൽ. കാരണം എക്കണോമിക് ഡെവലപ്മെന്റ് കേരളം ഉള്ളത് കൊണ്ട് ഈ ഡിസയറും പോസ്റ്റ് ലൈഫ് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ലക്ഷറി ഹോട്ടൽ, ഐ മീൻ 5 സ്റ്റാർ ഹോട്ടലുള്ള കേരളത്തിലാണ്. മറ്റെന്ന് പറഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിലെ മറ്റു പലയിടത്തും കയ്യും തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുള്ളതിനേക്കാളും 4-5 ഇരട്ടി, 2-3 അല്ല, എണ്ണമല്ല, പല മടങ്ങ് വർധനവ് ഇവിടെയാണ് എണ്ണം. അപ്പൊ അതിൽ ഇതിന്റെ ഒരു ഇൻഡെക്സ് ആണല്ലോ, റിഫ്ലക്ഷൻ ആണ്. അപ്പം ലിവിങ് ബിയോണ്ട് മീൻസ് ആളുകളെ അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ 3 കാര്യങ്ങളുണ്ട് കമ്പയർഡ് ടു ഇന്ത്യൻ സിറ്റുവേഷൻ. ആത്മഹത്യ നിരക്ക് കേരളത്തിലെ എക്സാക്ട് ഐ മീൻ ഫിഗേഴ്സ് എനിക്ക് ഓർമ്മയില്ല, എക്സാക്ട് ഫിഗേഴ്സ് എന്റെ കയ്യിലുണ്ട്. 1.5 ഇരട്ടി 2 ഇരട്ടി വരെയാണ് കേരളത്തിൽ കൂടുതൽ. ഓൾ ഇന്ത്യ ഫിഗറിന്റെ 2 ഇരട്ടി 2.5 ഇരട്ടി വരെ. സെയിം മാനസിക മെന്റൽ ഇൽഹെൽത്തും 1.5 ഇരട്ടി 2 ഇരട്ടി വരെ. പിന്നെ ഉള്ളത് ആൽക്കഹോൾ, അതും ഇതുപോലെ. അതിനേക്കാളും കൂടുതൽ ഫാമിലി ബ്രേക്ക് ഡൗൺ. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫാമിലി ബ്രേക്ക് ഡൗണും 2 times. അപ്പം ഇതാണ് അതിന്റെ നെറ്റ് റിസൾട്ട്. പക്ഷെ ഇപ്പൊ ആളുകൾ റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു സോഷ്യൽ ക്രൈസിസിലേക്ക്, വലിയൊരു വ്യാപകമായ ക്രൈസിസിലേക്ക് മാറും. മാറിയാലും ഒരുപക്ഷെ ഇതൊക്കെ സിസ്റ്റത്തിൽ ഇങ്ങനെ കുറച്ചു പേരൊക്കെ പോകുന്നു, കുറച്ചുപേര് മരിക്കട്ടെ, ആത്മഹത്യ ചെയ്യട്ടെ, കുറച്ചുപേർ വാങ്ങിയിട്ട് ആരും കെയർ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുക. അത് എന്താണ് എൻ്റെ ഒന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ മോർ പീപ്പിൾ ആർ ഐ മീൻ ഫേസിങ് ദീസ് പ്രോബ്ലംസ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈഫ് ഇത്തരത്തിൽ അങ്ങ് ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫാക്റ്റാണ്. പക്ഷെ അതൊന്നും ഇപ്പം പത്രങ്ങൾക്കും താല്പര്യമില്ല, മീഡിയയ്ക്ക് താല്പര്യമില്ല, മറ്റുള്ളവരെ അറിയണമെന്നില്ല. എഡ്യൂക്കേഷൻ മാറിയിട്ടുണ്ടോ പ്രൊഫസറിൻ്റെ ഒബ്സർവേഷനിൽ? വളരെയധികം മാറിയിട്ടുണ്ടോ? അതോ ഈ ക്യാപിറ്റലിസത്തിനെയോ ഇന്നത്തെ ആ ഒരു എക്കണോമിക് മെഷീനെയോ ഫേവർ ചെയ്യാൻ വേണ്ടി ആക്ച്വലി മാറിയിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ എന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കംപ്ലീറ്റ് മാറിയില്ല. മറ്റേ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പ്രബലമായ കാഴ്ചപ്പാടുകൾ ക്യാരക്ടർ ഫോർമേഷന് വേണ്ടിയാണ്, കമ്മ്യൂണിറ്റി സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ്, എത്തിക്കൽ ഇതിനു വേണ്ടിയാണ്.
പിന്നെ ചരിത്രബോധം ഉണ്ടാകാനാണ്, സാമൂഹ്യ ബോധം ഉണ്ടാകാനാണ്. ഇതൊക്കെയായിരുന്നു എഡ്യൂക്കേഷൻ്റെ ഗോള്. ഇപ്പോൾ അത് 100% കംപ്ലീറ്റ് ഇതെല്ലാം സൈഡ് ട്രാക്ക് ചെയ്തിരിക്കുക. സൈഡ് ട്രാക്ക് ചെയ്തിട്ട് മുമ്പൊരു കാലത്തും ഈ ജോബിന് വേണ്ടി ജോബ് ആയിരുന്നില്ല എഡ്യൂക്കേഷൻ്റെ ഡിക്ലെയർ ഒബ്ജക്റ്റീവ്. അങ്ങനെയല്ല, ജോലി കിട്ടാൻ വേണ്ടി സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമായിട്ട് എഡ്യൂക്കേഷൻ മാറിക്കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് ആളുകൾക്ക് സാമൂഹ്യ ബോധം ഒട്ടുമില്ല, ചരിത്രബോധം എന്ന് പറഞ്ഞാൽ അല്പം പോലും ഇല്ല. ചരിത്രബോധം ഇല്ലാതെ മനുഷ്യൻ ഒരു ദർശനം ഉണ്ടാകുന്നു, പിന്നെ ഒരു ദർശനമില്ല. അവയെക്കുറിച്ചൊരു ദർശനം വേണം, വിഷൻ വേണം. അങ്ങനെ ഇല്ല, ജോബ് സീക്ക് ചെയ്യുക, അതിനുവേണ്ടി മാത്രമായിട്ട് എഡ്യൂക്കേഷൻ മാറി എന്നുള്ളതാണ് വലിയൊരു ഭയങ്കര അപകടമാണ്. അതെല്ലാം ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം അങ്ങനെ മാറ്റിയെടുക്കുന്നതാണ്, മാറ്റിയെടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിനായിട്ട് ഫൈനൽ സ്റ്റേജിലായെന്ന് പറയാം. അതുപോലെ ഞാൻ ഒരുപാട് ഫ്ലാക്ക് എടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പൊ വിളിക്കുന്നതും അതിന്റെ നോമൻക്ലേച്ചർ ഇതാണ്, ദ റൈറ്റ് ടു വോട്ട് എന്നാണ് ഇപ്പോഴും. റൈറ്റ് ടു വോട്ട്, വോട്ട് ചെയ്യാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും റൈറ്റ്. പക്ഷെ ഒരുപാട് ആൾക്കാർ, കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്നത് വോട്ട് ചെയ്യാനൊരു കാരണം നമുക്ക് വേണ്ട പാർട്ടി ജയിക്കാൻ, അല്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടാത്ത പാർട്ടി തോക്കാൻ വേണ്ടിയാണെന്നുള്ളൊരിത്. ആ ഒരു ക്ലൈമറ്റിൽ വോട്ടിനെ റൈറ്റ് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ശരിക്കും ഇപ്പോൾ റൈറ്റ് ടു വോട്ടാണോ, അതോ ഈ സിസ്റ്റത്തിൻ്റെ ഒരു മാൻഡേറ്റ് ആണോ നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ളത്? വോട്ട് ചെയ്താൽ ഒരു മാറ്റം സംഭവിക്കുമെന്നുള്ള പ്രോമിസൊക്കെ അത് ശരിയാണോ? അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട് ഇപ്പോഴും. പണ്ട് നമ്മുടെ ബേസിക് നെസസിറ്റിക്ക് പോലും നമുക്കൊരു ഗവൺമെൻറ്റിനെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും റൈറ്റ് ആയിരുന്നു വോട്ട് ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ ഈവൻ സാറിൻ്റെ ഒരു വീഡിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ അതാ, ഒരു മീഡിയോക്രിറ്റി ഉണ്ട് പൊളിറ്റിക്സിന്. അതൊരു സിസ്റ്റമായിട്ട് ഇങ്ങനെ പോകുന്നു, വലിയ മാറ്റങ്ങളില്ല. എന്നാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു അതൊരു ചെറുത് മറ്റേ ഓഷ്യനിലെ ഒരു ഡ്രോപ്പ് എന്നുള്ള പോലെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത്. ഇപ്പം നോട്ടാ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വേറൊരാൾ തോക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നൊരവസ്ഥ. അപ്പം ഈ വോട്ടിനെ റൈറ്റ് എന്ന് വിളിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ്? വോട്ടിങ് നമ്മുടെ ഒരു റൈറ്റ്, ആരും നിഷേധിക്കാൻ പാടില്ലാത്ത ഒരു റൈറ്റ് ആണല്ലോ. ആ അർത്ഥത്തിൽ അതൊരു റൈറ്റ് ആണ്, റൈറ്റ് തന്നെ. കാരണം that should not be denied. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇപ്പൊ കാണിക്കുന്നത് SIR കൂടെ വോട്ടിംഗ് റൈറ്റും ഡിനേ ചെയ്യുന്ന ആ അർത്ഥത്തിൽ ആ റൈറ്റ് ആണ്, റൈറ്റ് ഉണ്ടായിരിക്കണം. പക്ഷെ ആ റൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണോ എന്നുള്ളത്, ഈ സിവിക് സെൻസ് ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ മറ്റു താല്പര്യങ്ങളാണ്. അതുകൊണ്ടാണ് നോട്ടായി വോട്ട് ചെയ്യാത്തത്. ഒരു ഐഡിയോളജിക്കലല്ല. ഐഡിയോളജി ആണെങ്കിൽ എല്ലാവരും പറയും ഇത് എന്തോ രണ്ടും ഒരുപോലെയാണ്. രണ്ടും ഒരുപോലെയാണെങ്കിൽ എന്നാ പിന്നെ നോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മാറി ചെയ്യുന്നുണ്ട്. ഇടതും വലുതും ഒരുപോലെ ആണെങ്കിൽ why do you change? Exactly. അത് കബളിപ്പിക്കുന്ന ഒരു സമീപനമാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കൊള്ളത്തില്ല ശരി എന്ന് പറയുന്നു. അവിടുന്ന് നോട്ടായി വോട്ട് ചെയ്യാൻ പോണം, അതില്ല. അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സില് ചില താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ് വോട്ടിങ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ താല്പര്യങ്ങള് സമൂഹത്തിന് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടും. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ വേൾഡ്ലി ക്ലൈമറ്റിൽ വോട്ട് മാത്രമാണോ നമ്മൾക്കാകെയുള്ള പവർ ഇതിനൊരു മാറ്റം വേണമെങ്കിൽ? അതോ, കാരണം നമ്മൾ ശരിക്കും വോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞ സൊസൈറ്റൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും എനിക്ക് എൻ്റെ എന്നുള്ള റിയാലിറ്റിയിൽ നമ്മുടെ വോട്ട് വളരെ ചെറിയ, കാരണം അത് ഈ ക്യാപിറ്റൽ സിസ്റ്റത്തിനെ കണ്ടിന്യൂസ്ലി എംപവർ അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വോട്ട് മാത്രമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, റൈറ്റ് അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണോ? അതോ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ശരിയായ പഠനം നടത്തേണ്ടതും ആവശ്യമല്ല ഇപ്പോൾ?
അല്ല വോട്ട് ശരിയായ പഠനം നടത്താതെ ഈ വോട്ടിംഗ് സിസ്റ്റമാണ് അപകടം ഉണ്ടാക്കുന്നത്. മനുഷ്യൻ്റെ എന്താ സാമൂഹ്യ സുരക്ഷയ്ക്കും ഒക്കെ അപകടമാണ് പഠിക്കാതെ വോട്ട് ചെയ്യുക. ഡെമോക്രസിയുടെ എസെൻസ് എന്ന് പറയുന്നത് ഈ റെഗുലർ വോട്ടിംഗ് അങ്ങനെ ഒരു തിരുത്താനുണ്ട് നമുക്ക്. ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട തെളിവ് ഇൻഡെക്സ് റെഗുലർ വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് തരുന്നു, അത് തെറ്റില്ലാതെ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതല്ല ഡെമോക്രസിയെക്കുറിച്ച്. ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് പറയുന്നത് ഇൻഫോംഡ് ഡിസ്കഷൻ ഉള്ള സ്പേസ് അല്ല, ഇൻഫോംഡ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഡെമോക്രസിയുടെ എസെൻഷ്യൽ ഫീച്ചർ ഡെമോക്രസിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇൻഫോംഡ് ഡിസ്കഷനേ ഇല്ല. ഡിസ്റ്റോർട്ടഡ് നോണ ഡിസ്കഷൻ മാത്രമായിട്ട് മാറി. ഇൻഫോംഡ് ഡിസ്കഷൻ ഉണ്ടാകുന്നില്ല. അതിന്റെ ഒരു ഒരു കാലത്ത് വരെ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മീഡിയ ആയിരുന്നു. മീഡിയ ഒരിക്കലും അതിന് തയ്യാറല്ല, ഡിസ്റ്റോർട്ടഡ് ഡിസ്കഷന് വേണ്ടി മാത്രം ചെയ്യുന്നു. അപ്പൊ അതില്ല എന്നുള്ളതാണ് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ അപകടം. അതില്ലാതെ വോട്ടവകാശം എന്ന് പറയുന്നത് വലിയ ഡബിൾ അപകടമാണ്. അപ്പൊ ആ അർത്ഥത്തില് വോട്ട് ചെയ്യുന്നത് ഡെമോക്രസിയെ എന്താ ലെജിറ്റിമൈസ് ചെയ്യാൻ ഉള്ള ഒരു ഉപകരണമായിട്ടങ്ങ്, ക്യാപിറ്റലിസത്തെ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായി തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ചില ചിന്തിക്കുന്നവർ പറയുന്നൊരു ഐഡിയ ആണ്, നമ്മൾ ഡെമോക്രസിയുടെ വളരെ പരിമിതമായ ഒരു വേർഷനെ കണ്ടിട്ടുള്ളൂ ഇതുവരെ, പക്ഷെ അതല്ലാതെ വേറെ വേർഷൻസ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു വേർഷൻ ചില ആൾക്കാർ ഇങ്ങനെയും പറയുന്നുണ്ട്. ചിലരുടെ ബുക്കുകളിൽ ഞാൻ വായിക്കുന്നു, ഒരു ഗുഡ് ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ളത് വളരെ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതിനൊക്കെ വാലിഡിറ്റി ഉണ്ടോ അങ്ങനത്തെ ക്ലെയിംസിന്? അതോ ആക്ച്വലി ഈ ഡെമോക്രസി ക്യാപിറ്റലിസത്തിനെ ഫേവർ ചെയ്യുന്നത് മാത്രമാണോ ഒരു മിസ്റ്റേക്ക്? ഡെമോക്രസി ക്യാപിറ്റലിസത്തിന് തടവിലാകുന്നു, ഫേവർ ചെയ്യുന്നതല്ല, എന്റെ ക്യാപ്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. ക്യാപിറ്റലിസം ക്യാപ്റ്റീവ് ആകുന്നു എന്ന് പറയുമ്പോൾ വിരളനെണ്ണാവുന്ന മുതലാളിമാരുടെ ക്യാപ്റ്റീവ് ആകുന്നു. അവരുടെ ക്യാപ്റ്റീവ് ആകുന്നു എന്ന് പറഞ്ഞാൽ അവരെ രാജ്യത്തെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ കാണാൻ. പിന്നെ ഈ എന്താ നല്ല ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത് പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർ ഒരിക്കലും നല്ലവനാകാൻ സാധിച്ചതായി ചരിത്രത്തിലൊന്നും ഇല്ല, ഒരിടത്തും കാണുന്നു. അത് ഡെമോക്രസി ഈ അപകടപ്പെടാനെ കുറിച്ച് വിഷമിക്കുന്നവര് ഒരു ഓൾട്ടർനേറ്റീവ് പോലും പറയുന്നതാണ്. അതൊരു ഓൾട്ടർനേറ്റീവ് ആണോ? അല്ല. ഇപ്പോഴും ഡെമോക്രസി നല്ല ഡിക്റ്റേറ്റർഷിപ്പാണ്. ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ക്രൈസിസ് വരുമ്പോഴേ ശരിക്കും കൂട്ടായ്മ എന്നുള്ളതിൻ്റെ വാല്യൂ മനുഷ്യൻ കാണുന്നുള്ളൂ. എന്നാൽ ഇതുപോലെ ഐഡിയോളജിക്കലി അനാർക്കിസം പ്രൊമോട്ട് ചെയ്യുന്നവർ പറയുന്നു ഒരു പരിധിവരെ ഇനി ആ ക്രൈസിസ് നമ്മളായി ഉണ്ടാക്കിയാലേ ആ മാറ്റം വരുള്ളൂ എന്നുള്ളത്. അത് വളരെ റാഡിക്കലായിട്ടുള്ളൊരു ചിന്താഗതിയാണോ അതോ അതിന് സ്പേസ് ഉണ്ടോ അങ്ങനെ ഒരു ഐഡിയോളജിക്ക്? ഫോഴ്സ്ഡ് അനാർക്കി കൊണ്ടുവരിക, റെബല്യൻസ് മാത്രം, വയലൻ്റ് അല്ലെങ്കിൽ പോലും ഡിസൊബീഡിയൻസ് എന്നുള്ള ഒരു ക്യാപിറ്റലിസത്തിനെതിരെ അങ്ങനെ ഒരു ആക്റ്റീവ് റെബല്യൻ കൊണ്ടുവരിക എന്നുള്ളത്, അതിന് സ്പേസ് ഉണ്ടോ ഇന്നത്തെ ക്ലൈമറ്റിൽ? എല്ലാ രാജ്യങ്ങളിലും അത്ര പവർഫുൾ. പിന്നെ അനാർക്കി എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ വാദമുണ്ടോ? എങ്ങനെ അനാർക്കിയാണ് നടക്കുന്നത് വാസ്തവത്തില്. ഇപ്പം രാജ്യത്ത് നടക്കുന്നതെല്ലാം അനാർക്കിയാണല്ലോ. അതെ. ഈ തത്വദീക്ഷയില്ലാത്ത ധാരണകൾ ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ആണല്ലോ ഈ അനാർക്കി എന്ന് പറയുന്നത്.
അല്ലാതെ ഈ വാസ്തവത്തിൽ സ്ട്രീറ്റുകളെല്ലാം ചുവട്ടുകളെ കുറിച്ച് വിളിക്കുന്നതിനേക്കാളൊക്കെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ബോധമണ്ഡലത്തിൽ നടക്കുന്ന ഒരു അനാർക്കിസ്റ്റ് കാഴ്ചപ്പാട് അതാണല്ലോ. ഇപ്പത്തെ ജോബ് എന്നുള്ള ഇത് പഠനവും പഠിക്കുന്നവരും അലൈൻ ചെയ്യുന്ന ജോബ് എന്നുള്ള മാർക്കറ്റിൽ അവിടെയും ഒരു ഡിക്ലൈൻ വന്നു. അവിടെയും ജോബിൻ്റെ ഉദ്ദേശം ഈ മെറ്റീരിയൽ സാധനങ്ങൾ കൂട്ടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഹെഡോണിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രമായി ജോബ്. അതെന്നും അങ്ങനെ ആയിരുന്നു. അത് ഞാൻ ആലോചിക്കുന്നതിൽ തെറ്റാണ്. ജോബിന്റെ ഉദ്ദേശം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ പേരൻസിനെ സഹായിക്കണം, പെങ്ങന്മാരെ കെട്ടിക്കണം, പിന്നെ അതുപോലെ ആവശ്യത്തിലുള്ള ചേട്ടന്മാരുടെ അനിയന്മാരുടെ കാര്യങ്ങൾ, പിന്നൊരു ജോലി കിട്ടുന്ന ആളിന് ജോലി ഇല്ലാത്ത അടുത്ത ഫാമിലി അവരെ സഹായിക്കണം. ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് ജോലി കിട്ടുന്നത് നമ്മൾ കാരണം അറിയാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. അപ്പൊ അതുപോലെ ജീവിക്കും. വീട് വെക്കുന്നത് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവരെ റിട്ടയർമെന്റിന് ശേഷമേ ഉള്ളൂ. അതിന് കുറിച്ച് ആലോചിക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ കാർ മേടിക്കാൻ കാറൊന്നും ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ഡിസൈർ ഒന്നുമില്ല. പിന്നെ അന്നുള്ള ആ പഴയ ഡിസൈർ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ക്ഷേമം നോക്കുക, വേണ്ടിയാണ് ജോലി കിട്ടിയ ഒരാള് ജോലി കഴിക്കില്ല. ആ ഒരു കാഴ്ചപ്പാട് അറിയാതെ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും, ഒരാൾക്കല്ല, പൊതുവെ എക്സെപ്ഷൻസ് ഒന്നും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അത്തരം ബാലൻസ് ഒന്നും ഇല്ല. ഈ ജോലി കിട്ടുന്ന ഫാമിലി ഇപ്പം ഒരു മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ്സിനെ ഇപ്പൊ ജോലി കിട്ടത്തുള്ളൂ. അതുപോലെ ജോലി കിട്ടുന്നില്ല. അപ്പൊ ആ ജോലി കിട്ടുന്നവരുടെ വീടുകളൊന്നും ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല. അവരുടെ മുമ്പ് നോക്കുന്നവരെ ഇല്ലാത്തവരായിട്ടുള്ളതൊന്നും ഇല്ല. പട്ടിണിക്കാരൊന്നും ഇല്ല. അങ്ങനെ ആരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഹെഡോണിസ്റ്റിക് തന്നെ അത് തന്നെ ആയി വരുന്നു. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു രീതി ആയിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ അന്ന് ഒത്തിരി ഫാമിലി മെമ്പേഴ്സ്, ഞങ്ങളുടെ വീട്ടിൽ 6 പേര്, മറ്റേ 6, 8, 10 അങ്ങനെയൊക്കെ മെമ്പേഴ്സാണ്. കൂട്ടുകുടുംബം, വേറെ സബ്സിസ്റ്റൻസ് മാത്രമുള്ള കാലത്ത്. അങ്ങനെ ഇപ്പം ഒരാഴ്ചയിൽ ഒരിക്കലായിരിക്കും ഒരു മുട്ട. ചിലപ്പോൾ ആഴ്ചയിലൊക്കെ എല്ലാവർക്കും കൂടെ ഒരു മുട്ട ചെയ്യുന്നതിന്റെ പകുതി വീടുകൾ കിട്ടത്തുള്ളൂ. അതില്ലാത്തതോ ഇത്രയും കിട്ടാത്തത് വേറെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വലിയ ക്രൈസിസ് അവരറിയുന്നില്ല. മുമ്പ് സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുത്തില്ല. ഇപ്പൊ അൺസർട്ടനാണ്. പക്ഷെ എന്നാൽ പോലും ഈ വലിയ ഇൻസ്റ്റാൾമെന്റില് വീട് വാങ്ങിക്കുക, കാർ വാങ്ങിക്കുക, അങ്ങനെ ആദ്യമേ അതിലോട്ടങ്ങ് ആ ബന്ധനത്തിലോട്ടാകും. ആയി കഴിയുമ്പോഴാണ് തിരിച്ചു കൊടുക്കും. ജോലി കിട്ടാതെ വരും. അത്ര ക്രൈസിസ് ഒന്നും കണ്ടില്ല. ഇത് പുതിയതരം ക്രൈസിസ് ആത്മഹത്യ ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും ആരും റിയലൈസ് ചെയ്യുന്നില്ല, പറയുന്നില്ല.